ബോയ് എന്താ എന്തോരം കഴിഞ്ഞു? ഏകദേശം അവർക്കൊരു തരത്തിലും റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്യണം. വെരി കോൺഫിഡൻറ്റ്. 100%. പൊളി പൊളി. ഒരു 10 ലക്ഷം രൂപയുടെ ബഡ്ജറ്റാണ് ഇട്ടിരിക്കുന്നത്. ഒരു 6 കിട്ടിയാലും പണി തുടങ്ങാം. 10 ലക്ഷം നല്ല എമൗണ്ടാണ്. അല്ല പ്രീചേച്ചിനോട് എപ്പോൾ വരാനാ പറഞ്ഞു? ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലാനാ പറഞ്ഞത്. നീ ഒരു പണി ലേറ്റ് ആക്കണ്ട, നേരത്തെ കേട്ടോ. അല്ല നിനക്കിന്ന് ഓഫീസില്ലേ? ആ പ്രൈസിൽ കഴിഞ്ഞില്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾ നേരത്തെ എണീറ്റാ? ഇന്ന് സാമിന്റെ ഡേ അല്ലേ? ബിസിനസ് ലോകത്തേക്ക് കുഞ്ഞിക്കാലെടുത്ത് വെക്കുന്ന സാംബോയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. അതെ, ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന്? ലക്ഷ്മി മോൾക്ക് ഇന്ന് എന്താ കഴിക്കാൻ വേണ്ടേ? അങ്ങനെയൊന്നുമില്ല, എന്താണെങ്കിലും മതി. ഇന്ന് ഉപ്പുമാവാ. നിങ്ങക്ക് ഉപ്പുമാവ് പോരടാ. മതി. അവനെവിടെ അവശകലാകാരൻ? അവൻ എഴുന്നേറ്റിട്ടില്ല, ഉറങ്ങണേ ഉള്ളൂ. അത് ശരി. അത് ശരി. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റിയിടാ? നല്ല ചേച്ചില്ലേ? ചേച്ചി നല്ലതാ. സാമിന്റെ പ്രസന്റേഷൻ ഒക്കെ എന്തായി? ആയിക്കൊണ്ടിരിക്കുന്ന ബാക്കിയൊക്കെ എൻ്റെ ലക്ക് പോലെ. ഒക്കെ ശരിയോ? ഇതൊക്കെ ചായ തന്ന്. പല്ല് തേച്ചവര് മാത്രം ചായ കുടിച്ചാ മതി. ഓ പിന്നെ തന്നോ? അല്ലെ പല്ലേച്ചേട്ടൻ കൂടിയല്ലേ? അതാണ്. അത് ഒന്നും ഉണ്ടായിട്ടില്ല. പല്ലേച്ചനെ പല്ല് കീഴാണ് വരുന്നത്. അവനാ വാഷ്റൂമിൽ പോയി. പിന്നെയും പോയാ? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം? അല്ല നീ ഇത് ഇവിടെ ഇരുന്ന് എണ്ണിക്കൊണ്ടിരിക്കാൻ അങ്ങോട്ട്. എങ്ങനെയുണ്ടായിരുന്നു ജിൻഡോ? യുദ്ധം കഴിഞ്ഞാ? ജിൻഡോയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതിപ്പോ എന്ത് കഴിച്ചിട്ട് എങ്ങനെ? എന്റെ പൊന്നോ, ഓർമ്മിപ്പിക്കല്ലേ. രാവിലെ കഫറ്റീരിയ എന്തോ കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാനവിടെ എന്നേ നിർത്തിയാണ് ഭക്ഷണം. നിങ്ങളോട് ഞാൻ പണ്ട് മുതലേ പറയണല്ലേ, ആരെങ്കിലും ഇതുവരെ കംപ്ലൈന്റ് ചെയ്താ? ഇന്ന് നമുക്കിത് ചോദിക്കണം. അത് വേണം. നിങ്ങളിങ്ങനെ പ്രതികരിക്കാണ്ടിരിക്കണതാണ് കുഴപ്പം. അതെ, എല്ലാവർക്കും ഇങ്ങനെ ജിൻഡോന്റെ പോലെ യുദ്ധം ചെയ്ത് നടന്നാ മതിയാ? ഞാൻ ചോദിക്കും, ഞാൻ എന്തായാലും ചോദിക്കും. വാടാ, നമുക്ക് എംഡിയോട് പറഞ്ഞിട്ട്. ഒന്നും പറയണ്ട, എങ്ങുമില്ലാത്തൊരു ബ്ലോക്ക്. ഞാൻ പെട്ടുപോയെന്ന് വിചാരിച്ചതാ. ആളെത്തിയിട്ടല്ലേ? അവര് പോയി സമയം. പോയോ? എന്താ നീ 5 മിനിറ്റ് ലേറ്റ് ആയിന്നും പറഞ്ഞ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അയാൾ ഇത്തിരി സ്ട്രിക്റ്റ് സ്വഭാവമുള്ള ആളാന്ന്. അയ്യോ, നീ ഇങ്ങനെ വിഷമിക്കില്ലേ. ദാ ഈ വെള്ളം കുടിച്ചേ. കുടിക്കേ. ഞാൻ ഇതിന് മാത്രം എന്തുമാത്രം പ്രിപ്പയർ ചെയ്തെന്നറിയോ? എന്നിട്ട് 5 മിനിറ്റ് വൈകി പോയെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കൊറേ വിളിച്ചാർന്ന്. നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? വിളിച്ചായിരുന്നു. നോക്കിയേ, സൈലന്റ് ആയി പോയി. കറക്റ്റായിട്ട് ഇന്ന് തന്നെ. വിഷമിക്കില്ലേ. രാവിലെ ഇറങ്ങുമ്പോ ഡിജി പറഞ്ഞേ ഉള്ളൂ, യു ആർ ദ ലക്കി ഗൈ, സം ദ സൂപ്പർ ലക്കി ഗൈ. നീ ഓക്കെ അല്ലേ? പിന്നെ ഓക്കെ അല്ലാണ്ടിരിക്കും. ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം അട്ടർ ഫ്ലോപ്പ് ആക്കിയിട്ട് ഓക്കെ അല്ലാണ്ടിരുന്ന അങ്ങനെ. നീ ഇങ്ങനെ വിഷമിക്കില്ലേ. നമുക്ക് വേറെ ആൾ ഇനിയും വരും, നമുക്ക് നോക്കാലോ. ചേച്ചി, ഞാൻ കുറച്ച് ഒറ്റയ്ക്കിരുന്നോട്ടെ. നീ എന്തെങ്കിലും ചെയ്യും. എന്താ ജോസഫേ? ഞാനേ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇതുവഴി വന്നാ. അപ്പൊ ഇന്ന് ബുക്ക് സ്റ്റാളൊന്നും തുറന്നില്ലേ? അതവിടെ പയ്യൻ. ജോസഫിന് എന്താ വേണ്ട, ചായയാണോ കാപ്പിയാണോ? എനിക്കതൊന്നും അല്ല വേണ്ടത്. പിന്നെ ജ്യൂസ് വേണോ? അതുമല്ല. ദേ ജോസഫേ, ഈ പണിയുള്ള സമയത്ത് ഇങ്ങനെ കിന്നരിക്കാൻ വന്നിരിക്കുന്നു ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ളതന്നെ. ഞാൻ കിന്നരിക്കാൻ വന്നൊന്നുമല്ല. ഞാൻ നമ്മുടെ ഭാവി കാര്യങ്ങളെ കുറിച്ച്. ഭാവി കാര്യമൊക്കെ ശരിയാക്കണമെങ്കിൽ പണിയെടുക്കണം. അല്ലാണ്ട് കടയിൽ തുറന്നിട്ട് വല്ലവരും ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടന്നാൽ ശരിയാവില്ല. പ്രീതി പറഞ്ഞു എനിക്ക് ഉത്തരവാദിത്തമില്ലെന്നാണോ?
ആ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ജോസഫ് ചെല്ല്, ആ സ്റ്റോള് വന്ന് അവിടെ പോയി ഇരിക്കാൻ നോക്ക്. എനിക്ക് പിന്നെ ഞാൻ പോയിട്ട് പിന്നെ ആ വരാം. എന്താ സാമേ, വലിയ സന്തോഷത്തിലാണല്ലോ. ബുദ്ധി കൂടിയാലും കുഴപ്പമാണ് നാശം.